الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر كبيرا والحمد لله كثيرا وسبحان الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وعشاء الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അതെ, ഏതായാലും നിങ്ങളിവിടെ കണ്ടുമുട്ടിയതിൽ വലിയ സന്തോഷം. ഒരു 2 വാക്ക് സംസാരിക്കണം. അത് പറയണം, നിർബന്ധമാണ്. ഇതില്ല പറഞ്ഞോളൂ, ഞാൻ കട്ട് ചെയ്യൂല. ഈ നോമ്പാർക്ക് പറഞ്ഞാൽ മതി.
ആ എന്റെ പെങ്ങളാണ് ഇവിടെ വരുന്നുണ്ടോ? ഓ ആ, പെരുന്നാൾ സൂപ്പർ അല്ലേ? ഇവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ? ഇവിടെ വരുത്തുണ്ട്, സ്ഥിരമായിട്ടുണ്ടായിരുന്നു കൊറേ കാലം. ഇവിടെ വരുമ്പോ വലിയ സന്തോഷല്ലേ? നല്ല സന്തോഷം, എല്ലാരെയും കാണാലോ. മോളെ മൈക്കുന്നോളെ മോളെ പെരുന്നാൾ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നല്ലോ. മൈലാഞ്ചി കെട്ടി കാണും, മൈലാഞ്ചി കണ്ട് മൈലാഞ്ചി കെട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് പെരുന്നാളിന് 2 വാക്ക് പറയും. സൂപ്പറാ. പേരെന്താ? എന്റെ പേര് ആയിഷ. ആയിഷയാണ്. അപ്പൊ എങ്ങനെയുണ്ട് പെരുന്നാളിനെ കുറിച്ച് 2 വാക്ക്? എല്ലാവർക്കും ആശംസയൊക്കെ പറഞ്ഞോളേ. ചെറിയ പെരുന്നാൾ ആശംസ. ഭയങ്കര മടിയാണ് കേട്ടോ. അത് ഒട്ടും വേണ്ടി മുന്നിട്ട് 2 വാക്ക് പറയും. ഏതായാലും എന്റെ പ്രിയ സ്നേഹിതനാണ് മുനീർ സാഹിബ്, മുപ്പര പെങ്ങളും മോളുമാണ്. അപ്പൊ പെരുന്നാൾ ആശംസകൾ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ 2 ആളെ ആശംസ പറയാൻ കൊണ്ടത്തിരി, ആരെങ്കിലും 2 ആളെ കൊണ്ടത്തിരി. الله أكبر ولله الحمد الله أكبر الله لا إله إلا الله والله أكبر الله أكبر ولله الحمد الله സഹോദരന്മാരെ സഹോദരിമാരെ, ഈദ് മുസല്ലയിലേക്ക് എല്ലാവരും കയറിയിരിക്കുക. വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഓരോ സഫും പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്തും. പിന്നെ എല്ലാം വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ കൂടിയിട്ടുള്ള സന്തോഷത്തിലുള്ളത് ഞങ്ങൾ അൽഹംദുലില്ലാ സംസാരിക്കുന്നത്. അൽബഹറൈൻ ടീമിന്റെ ഈദ് ആശംസകൾ എല്ലാവർക്കും. അൽബഹറൈൻ ടീമിന്റെ ഈദ് ആശംസകൾ എല്ലാവർക്കും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈദ് മുബാറക് സഹോദരന്മാരെ, ഞങ്ങൾ ഈദ് ഗായിലാണ്, എല്ലാവർക്കും ഈദ് മുബാറക് അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ ചെറിയ പെരുന്നാളിന്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും, എല്ലാ സഹോദരിമാർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. ഞാൻ സീഫിലാണ്, മൊയ്തു കുറ്റിയാടി സീഫിൽ വർക്ക് ചെയ്യുന്നു. നാരങ്ങോളി. പിന്നെ അതാണ് ഈ സാട്ടമുള്ള ഈദ് ഗാഹിലാണ് ഞങ്ങളുള്ളത്. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وعسيلا. ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചെറുപെരുന്നാൾ ആശംസകൾ. ഈദാശംസകൾ എന്ന് പറയും. ഈദാശംസകൾ. ഹലോ, എൻ്റെ പേര് അബ്ദർ. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. الله أكبر ولله الحمد.
ഞാൻ സുബൈർ കണ്ണൂർ. സൗഹാർദ്ദത്തിന്റെയും നന്മയുടെയും പ്രതീകമായ ഈദുൽ ഫിത്ര ആഗതമായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ ബഹ്റൈനിലെ പ്രവാസി സമൂഹം അവരുടെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചത്. എന്തായാലും ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ബഹ്റൈൻ പ്രവാസി സമൂഹത്തിന്റെ എല്ലാവിധ ഈദുൽ ഫിത്ര ആശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. വിശ്വാസത്തിന്റെ പുണ്യമാസമൊക്കെപ്പെട്ട റംസാൻ മാസത്തിന്റെ ആ ദിനങ്ങൾ കഴിഞ്ഞു. ഇന്ന് ബഹ്റൈനിലെ ഇഷാ ടൗൺ ഇന്ത്യൻ സ്കൂൾ അങ്കണത്തിൽ വെച്ചിട്ട് നമ്മുടെ ഈദ്ഗാഹ് നടക്കുകയാണ്. ഈ ഒരു സമയത്ത് ബഹ്റൈനിലെ പൊതുസമൂഹത്തില് എല്ലാവർക്കും ഈദാശംസകൾ നേരുന്നതോടൊപ്പം പരസ്പര വിശ്വാസത്തിന്റെ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈദിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد നമുക്കൊക്കെ അറിയുന്നത് പോലെ പെരുന്നാൾ നമസ്കാരം സുന്നത്തായ കർമ്മം, അതിനുശേഷമുള്ള ഖുതുബ പെരുന്നാൾ നമസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സഫ് അലങ്കോലമാക്കരുത്. എല്ലാവരും ഖതീബിന്റെ ഖുതുബ ശ്രവിക്കേണ്ടതാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ഫോണാട് ചാരി വെക്കും. സഹോദരന്മാരും സഹോദരിമാരും വന്നുകൊണ്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് സഫിലേക്ക് കയറിയിരിക്കുക. നമ്മൾ നമസ്കാരം ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിനും ഖുതുബക്കും ശേഷം നമ്മൾ ചെറിയ പ്രാതൽ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ നമസ്കാരമാണ്, സുന്നത്തായിട്ടുള്ള നമസ്കാരമാണ്. അതാണ് ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. ഈദ് നമസ്കാരം 2 റക്അത്താണ്. ജുമാ നമസ്കാരം പോലെ തന്നെ 2 റക്അത്താണ്. ജുമാ നമസ്കാരം ഖുതുബക്ക് ശേഷമാണ് നിർവഹിക്കപ്പെടുന്നതെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് ഖുതുബ നിർവഹിക്കപ്പെടുക. ഈ 2 നമസ്കാരത്തിന്റെയും പ്രത്യേകത നമസ്കാരവും ഖുതുബയും കൂടിച്ചേർന്ന ഒരു മിക്സഡ് രൂപമാണ്. ഇത് 2 കൂടി പൂർത്തിയാകുമ്പോഴാണ് പ്രതിഫലം പൂർത്തിയായി ലഭ്യമാവുക.
നമ്മളൊക്കെ ധരിച്ചു വെക്കാറുള്ളത് പോലെ നമസ്കാരം മാത്രം നിർവഹിച്ചു പോവുക എന്നതല്ല ജുമായുടെയും അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന്റെയും രീതി. ഒന്ന്, ഈ നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ പിന്നെയോ ഒക്കെയുള്ള ഖുതുബ കൂടി അതിന്റെ ഭാഗമായി പൂർണ്ണമായും കേട്ട് ആ പ്രാർത്ഥനകളിൽ നമ്മൾ കൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും നമസ്കാരത്തിന് ശേഷമുള്ള ഖുതുബ കൂടി ശ്രവിച്ച് സമാധാനത്തോടുകൂടി നമ്മൾ പിരിഞ്ഞു പോകാൻ. നമുക്ക് നല്ല കാലാവസ്ഥയാണ്, അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരം നമ്മൾ എല്ലാവരുമായിട്ടും മിണ്ടിപ്പറഞ്ഞും കൂടി സന്തോഷം പങ്കിട്ടും നിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നമസ്കാരം സാധാരണ എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ പറയുന്നത് ആളുകളൊന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പെരുന്നാൾ നമസ്കാരം 2 റക്അത്ത് സുന്നത്തായി നമസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി കൈകെട്ടുകയും ആദ്യത്തെ തക്ബീറിന് ശേഷം ആദ്യ റക്അത്തിൽ 7 തക്ബീറുകൾ കൂടി ചൊല്ലിക്കൊണ്ടാണ് റക്അത്തിലേക്ക് കടക്കുന്നത്. അഥവാ ഈ 7 തക്ബീറിനിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൈകെട്ടി 7 പ്രാവശ്യം ആവർത്തിച്ചതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹയും വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ളൊരു ഭാഗവും ഓതി 1ാമത്തെ റക്അത്ത് കംപ്ലീറ്റ് ചെയ്യും. പിന്നീട് 2ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ 5 തക്ബീറുകളാണ് ആ റക്അത്തിൽ ചൊല്ലുക. ആദ്യത്തിൽ 7 രണ്ടാമത്തേതിൽ 5. ഈ തക്ബീറുകൾക്കിടയിലും നേരത്തെ പറഞ്ഞ പോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. അതിനുശേഷമാണ് സൂറത്തുൽ ഫാത്തിഹയും ഏതെങ്കിലും ഖുർആനിന്റെ ആയത്തുകളും ഓതുന്നത്. ഇതാണ് അതിന്റെ രീതി. അപ്പൊ അത് എല്ലാവരും ആ ഒരു നിയ്യത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു അക്ബർ. 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى
سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. سمع الله لمن حمده. الله أكبر. 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 بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر.
السلام عليكم ورحمة الله. السلام عليكم ورحمة الله. خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله. أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا ومولانا وشفيعنا وأسوتنا وقدوتنا محمد صلى الله عليه وعلى آله وأصحابه وأزواجه وأتباعه وأحبابه ومن اهتدى بهديه وصار على نهجه ومن اتبع رضوانه إلى يوم الدين. ما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري. لا يستوي أصحاب النار وأصحاب الجنة، أصحاب الجنة هم الفائزون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر الله أكبر ولله الحمد. സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് വിരോധിച്ച വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിതത്തെ തഖ്വയിൽ അധിഷ്ഠിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് സ്വീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചുവടുകളെ ഏറ്റവും നല്ല സന്തോഷകരമായ ഒരുമിച്ചുകൂടലായി ഇവിടെ നിന്ന് വേർതിരിയുമ്പോൾ അതിനേക്കാൾ സന്തോഷകരമായ വേർതിരിയലായി കഴിഞ്ഞ 29 ദിവസമായി നമ്മൾ ആത്മവിചിന്തനം നടത്തുന്ന പരിശോധനയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ അമലുകളെ കുറിച്ച് അത് അല്ലാഹു പറഞ്ഞത് കൊണ്ട് സ്വീകരിക്കപ്പെടുമെന്ന് താല്പര്യപ്പെടുന്നവരും ആശ്വാസപ്പെടുന്നവരുമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത് അത് അമല് ചെയ്തത് കൊണ്ട് മാത്രമാവുകയില്ല. ആ കർമ്മം ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ അല്ലാഹു പറഞ്ഞതുകൊണ്ട് അമല് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് നമ്മൾ ഏതൊരു അമലിന് ശേഷവും പ്രവർത്തനത്തിന് ശേഷവും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. പടച്ച തമ്പുരാനെ, ലോകസത്താവായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാലേ പടച്ച തമ്പുരാൻ സ്വീകരിക്കുകയുള്ളൂ. അതിന് ഇസ്മാഈൽ അലൈഹിസ്സലാമിനും കൂടി രണ്ടുപേരും കൂടി ചെയ്ത ഒരു പ്രവർത്തനമുണ്ട്. അല്ലാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലാഹു പറഞ്ഞതിന് ചെയ്തതനുസരിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനം നിർമ്മിച്ചതിന് ശേഷം, കെട്ടിപ്പടുത്തതിന് ശേഷം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം എന്നവർ പ്രാർത്ഥിക്കുകയാണ്. വയദ് യർഫഉ ഇബ്രാഹീമു ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈല റബ്ബനാ തഖബ്ബൽ മിന്നാ. പെരുന്നാളല്ലേ, പൊളിയല്ലോ ലുക്കില്ല. നമ്മുടെ നമ്മളെ കാണാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരെ കാണാനേ കഴിയുള്ളൂ.
നമ്മുടെ കണ്ടുകൊണ്ട് നമ്മൾ നമ്മളെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കണ്ണാടി നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്നെ കാണാൻ പറ്റൂ. പക്ഷേ സൂക്ഷിക്കാൻ വേണ്ടി, അല്ലാഹുവിൽ തഖ്വ പുലർത്താൻ വേണ്ടി റമളാൻ നമ്മിലേക്ക് വന്നു. ലഅല്ലക്കും തത്തഖൂൻ, ആ തഖ്വ നേടിയെടുത്തുവോ? ശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കൂ, അല്ലാഹുവിൽ തഖ്വ പുലർത്തൂ. എന്നിട്ട് പറയുന്നു, വൽ തൻദുർ നഫ്സുൻ, നിങ്ങൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യണം, ഓരോരുത്തരും ആലോചിക്കണം, ഓരോരുത്തരും സെൽഫ് ഇവാലുവേഷൻ നടത്തണം. നിങ്ങൾക്ക് നാളേക്ക് വേണ്ടി നമ്മൾ വിചാരിക്കുന്ന നാളെ എന്ന് പറയുമ്പോൾ നമ്മുടെ പരലോകത്തെ സംബന്ധിച്ചാണ്. നമ്മൾ സാധാരണ രോഗികളെ കാണാൻ ചെല്ലുമ്പോൾ അവര് പറയും, എനിക്ക് സമാധാനമായിട്ട് മരിക്കാം. കാരണം എന്താണ്? മക്കളൊക്കെ ഒരു വഴിക്കെത്തിയിരിക്കുന്നു, മക്കളെ കെട്ടിച്ചിരിക്കുന്നു, പേരമക്കളായിരിക്കുന്നു. ഇനി എനിക്ക് സന്തോഷത്തോടുകൂടി മരിക്കാം. എന്തിനെ കുറിച്ചാണ് നമ്മൾ സന്തോഷപ്പെടുന്നത്? നമ്മുടെ ദുനിയാവിനെ കുറിച്ച്, നമ്മുടെ ഭൗതിക ജീവിതത്തെ കുറിച്ച്. നമ്മൾ ആരെങ്കിലും നാളെ ഈ അവസ്ഥയിൽ മരണപ്പെട്ടു പോകുമ്പോൾ, ഖബറിലേക്ക് ചെല്ലുമ്പോൾ എന്നോടുള്ള ചോദ്യത്തിന്റെ മറുപടി പറയാൻ, അവിടെ എന്റെ ചോദ്യത്തിന്, അല്ലാഹുവിന്റെ ചോദ്യത്തിന്, മലക്കുകളുടെ ചോദ്യത്തിന് എനിക്കെന്ത് മറുപടി പറയാൻ കഴിയുമെന്ന് നാളെ കിടക്കുന്ന ഖബറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന സന്ദർഭമായിരുന്നു. പക്ഷെ ഖുർആൻ നമ്മൾ തുറന്നു വായിച്ച് അതിന്റെ ആശയങ്ങളിലേക്ക് ഊടിയിട്ടുകൊണ്ട്, അതിന്റെ ആദർശം സ്വീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്കും എന്റെ കൂടെയുള്ളവർക്കും സാധ്യമായോ എന്ന ആലോചന തീർച്ചയായിട്ടും റമദാൻ കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നാം നമ്മളെ കുറിച്ച് ചോദിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും അവരെ കുറിച്ച് നമ്മൾ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ നമ്മളെ കുറിച്ച് നമ്മൾ വിലയിരുത്തണം. അതുകൊണ്ടാണ് നാളെ എന്താ നമ്മുടെ കയ്യിലുള്ളത്, നാളേക്ക് വേണ്ടി നമ്മൾ എന്താ സമ്പാദിച്ചു വെച്ചത്, നാളേക്ക് വേണ്ടി എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് നമ്മൾ ഞങ്ങൾക്ക് മുത്തഖികൾ ഇമാമാകണമെന്ന് ലോകത്ത് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, പടച്ചതമ്പുരാനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിലും കൺകുളിർമ നൽകണമേ. നമ്മുടെ മക്കളെ കുറിച്ച് കൺകുളിർമ നമുക്ക് പറയാൻ ഇന്ന് കൺകുളിർമയോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? ആശങ്കയോടുകൂടിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആശങ്ക നമ്മൾ മരിക്കുന്നവരുണ്ടാവും, മരിക്കുന്നവരെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ആശങ്ക അങ്ങനെ പെടേണ്ടതുണ്ടോ? ആശങ്കപ്പെടേണ്ട മക്കളെ കുറിച്ചാണോ? ആശങ്കപ്പെടേണ്ട കുടുംബത്തെ കുറിച്ചാണോ? ആശങ്കപ്പെടേണ്ട നമ്മുടെ അയൽവാസികളെ കുറിച്ചാണോ? ആശങ്കപ്പെടേണ്ട ബന്ധുജനങ്ങളെ കുറിച്ചാണോ? ആശങ്കപ്പെടേണ്ട എന്നെ കുറിച്ചാണ്. പലപ്പോഴും ഒരാൾ മരണപ്പെട്ടു പോകുമ്പോ നമ്മൾ പറയും, നല്ല മരണം. നല്ല മരണം എന്താണ്? എല്ലാം സേഫ് ആക്കിയിരിക്കുന്നു, മക്കളെ കെട്ടിച്ചു, എല്ലാം കഴിഞ്ഞു, നല്ല സന്തോഷം മരിച്ചുപോയത്. പക്ഷെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഭൗതിക ലോകത്തെ സേഫാ, പക്ഷേ നമ്മുടെ പരലോകത്ത് നമ്മൾ സേഫാണോ? ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മറ്റുള്ള എല്ലാ നാട്ടുകാരെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്കുണ്ടാകാൻ കഴിയണം. റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ സന്തോഷിക്കാൻ കഴിയണം. അങ്ങനെ സന്തോഷിക്കാൻ നമുക്ക് സാധ്യമാകുമോ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് റമദാൻ. റമദാൻ കഴിയുന്നു, റമദാൻ കഴിഞ്ഞുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കഴിഞ്ഞാൽ ബാക്കി ചെറിയ ചെറിയ തെറ്റുകൾ മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വൻപാപങ്ങളുടെ പരിഹാരം എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, വൻപാപങ്ങളുടെ പരിഹാരം എന്താണ്? വൻപാപങ്ങളുടെ പരിഹാരം തൗബയാണ്. തൗബയുടെ വാതിലുകൾ മലർക്കെ. റമദാൻ കഴിഞ്ഞാൽ തൗബയില്ലേ? തൗബയുണ്ട്. ഇന്നല്ലാഹ തആല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. ഒരു മനുഷ്യൻ യുഗർഗിർ എന്നാണ് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയുന്നു, അല്ലാഹു തആല ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയതൂബ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. അള്ളാഹുവിന്റെ കൈ നീട്ടിപ്പിടിച്ചിരിക്കുന്നു തൗബ സ്വീകരിക്കാൻ. രാത്രി തെറ്റ് ചെയ്തു പോയവരെ പകല് അയാൾ തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാൻ റെഡിയാ. പകൽ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ രാത്രിയാണ് അയാൾ തൗബ ചെയ്യുന്നതെങ്കിൽ ആ തൗബ സ്വീകരിക്കാൻ പടച്ചവൻ റെഡിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തൗബയുടെ വാതിലുകൾ തുറന്നു കിടക്കുന്നു, റമളാനെ അവസാനിക്കുന്നുള്ളൂ. വിശുദ്ധ ഖുർആന്റെ പേജുകൾ തുറന്നു കിടക്കുന്നു, റമളാനെ അവസാനിക്കുന്നുള്ളൂ. പള്ളിയുടെ വാതിലുകൾ തുറന്നു കിടക്കുന്നു, റമളാനെ അവസാനിക്കുന്നുള്ളൂ. വിശുദ്ധ ഖുർആന്റെ വീതിക്കാൻ സാധിക്കണം.
റമദാൻ നമ്മളെ പഠിപ്പിച്ചത് റമദാനിലൂടെ സഞ്ചരിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ റമദാനിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമാകണം. ദുനിയാവിൻ്റെ ഹമ്മുകൾ നമ്മളെ ഒരിക്കലും പരാജയപ്പെടുത്താൻ പാടില്ല. പലപ്പോഴും നമ്മൾ ടെൻഷനാണ്. പലരുടെയും ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദുനിയാവിനെ ആലോചിച്ചുള്ള ടെൻഷനാണ്, ആഖിറത്തിനെ ആലോചിച്ചൊരു ടെൻഷനും ഇല്ല. അതുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, വലാ തജ്അൽ ദുനിയ അക്ബറ ഹമ്മിനാ വലാ